പലപ്പോഴും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞത് ഒരു ഉത്തോലകം തരൂ, ഞാൻ ഭൂമിയാണ്ട് മറച്ചിട്ട് കളയാം. എന്താ എന്താ അഹങ്കാരം! ഗോഡ് ഈസ് ഡെഡ് എന്നാ പറഞ്ഞത്. ദൈവം മരിച്ചിരിക്കുന്നു. കാരണം ഈ നോക്കിയോടത്തൊന്നും ദൈവത്തെ കണ്ടിട്ടില്ല. ബഹിരാകാശത്തേക്ക് യൂറി ഗഗാറിൻ പോയി വന്നപ്പോ, ബഹിരാകാശ യാത്ര നടത്തി വന്നപ്പോ സോവിയറ്റ് യൂണിയനിലെ ചില ആളുകൾ പറഞ്ഞത് ആകാശത്തൊന്നും ദൈവത്തെ കണ്ടില്ല എന്നാ. എവിടെ മൂപ്പര് പോയത്? എവിടെയാണ് യൂറി ഗഗാറിൻ പോയത്? നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഒരു തലക്കൽ. ഏത് ദൈവത്തെ കാണാനാ പോയത്? ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ തമ്പുരാന്. ആ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് ആരാ? പ്രപഞ്ചം എന്താ? ഈ പ്രപഞ്ചം അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് 10,000 കോടി ഗാലക്സികളെയാണ്, 10,000 കോടി നക്ഷത്രക്കൂട്ടങ്ങൾ. ആ 10,000 കോടി നക്ഷത്രക്കൂട്ടങ്ങളിൽ ഒരു നക്ഷത്രക്കൂട്ടമാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന, ആകാശഗംഗ എന്ന് നമ്മൾ വിളിക്കുന്ന, ക്ഷീരപഥം എന്ന് വിളിക്കുന്ന നമ്മുടെ നക്ഷത്രക്കൂട്ടം. ആ നക്ഷത്രക്കൂട്ടത്തിൽ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ആ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ സൂര്യൻ. സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, 8 ഗ്രഹങ്ങൾ. ഒരുപാട് ലഘുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ഗുരുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലുപ്തഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്. ഇവക്കെല്ലാം ഇടയിൽ മാറി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളിൽ ഒരു ജീവവർഗമാണ് മനുഷ്യൻ എന്ന വർഗം. മനുഷ്യൻ എന്ന ജീവവർഗത്തിലെ കോടിക്കണക്കിന് അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മൾ. യൂറി ഗഗാറിനും അത് തന്നെ. അദ്ദേഹം പോയത് എവിടെയാണ്? ഭൂമിക്ക് ഒരുപാട് അന്തരീക്ഷത്തിന്റെ പാളികളുണ്ട്. അന്തരീക്ഷ പാളികളിൽ ഒരുപാട് പാളികൾക്ക് ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കി, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ പറഞ്ഞത് എന്താ? ദൈവത്തെ അവിടെ എവിടെയും കണ്ടിട്ടില്ല. 10,000 കോടി ഗാലക്സികളുടെ സൃഷ്ടാവ്. ആ നമ്മുടെ വിലാസം, യൂറി ഗഗാറിൻ അടക്കമുള്ള ലോകത്തെ മുഴുവനും മനുഷ്യരുടെയും വിലാസം 10,000 കോടി ഗാലക്സികളിലൊന്നായ മിൽക്കി വേ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിലൊന്നായ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഒരുപാട് ഗ്രഹങ്ങൾക്കും, ഒരുപാട് ലുപ്തഗ്രഹങ്ങൾക്കും, ഒരുപാട് ഗുരുഗ്രഹങ്ങൾക്കും, ഒരുപാട് ക്ഷുദ്രഗ്രഹങ്ങൾക്കുമെല്ലാം ഇടയിൽ നിൽക്കുന്ന ഒരു ഭൂമി എന്ന ഗ്രഹത്തിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളിൽ ഒരു ജീവവർഗമായ മനുഷ്യൻ എന്ന ജീവവർഗത്തിലെ കോടിക്കണക്കിന് അംഗങ്ങളിൽ ഓരോരുത്തരും. അതാണ് നമ്മളെ വിലാസം. നമ്മളാ പറയണത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ സ്ട്രാറ്റോഫിയറിന്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ട് നമ്മൾ കണ്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെയാകരുത് മനുഷ്യൻ, ഇങ്ങനെയാകരുത്. ഞാൻ ഈ പറഞ്ഞ പ്രപഞ്ചമുണ്ടല്ലോ, ആ യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ 20% വരുമ്പോ എന്ന കാര്യത്തിൽ കോസ്മോളജിസ്റ്റുകൾ, ഗോളശാസ്ത്രജ്ഞന്മാർ സംശയത്തിലുമാണ്. അപ്പൊ